ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന സിനിമയെ പറ്റിയാണ്. ആൻഡ് ഇതൊരു സ്പിൻ ഓഫ് ആണ്. ജോൺ വിക്ക് 3 ഒരു ക്യാരക്ടറാണ് ബാലറീന. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പിൻ ഓഫ് ആണ് ഈ സിനിമ. ആൻഡ് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ: അമേസിങ്. ഇതിനകത്തെ ആക്ഷൻ സീക്വൻസ് മതിയാണ്. ഞാൻ സത്യമായി ജോൺ വിക്കിൻ്റെ ഒരു ഫാനായത് ഇതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് ടെംപ്ലേറ്റ് പരിപാടിയാണ്. അതായത് കഥയല്ലേ, എനിക്ക് ഈ സിനിമയിലെ എനിക്ക് ജോൺ വിക്കിലെ കഥയൊന്നും വലിയ കാര്യമില്ല. പക്ഷെ എനിക്ക് അതിനകത്തെ ദ വേ ദേ ബ്രിങ് ദി ആക്ഷൻ സീക്വൻസസ്, പുതിയ പുതിയ സ്റ്റണ്ട് സെറ്റ് പീസസ് ആണ്, പുതിയ പുതിയ ആക്ഷൻ സെറ്റ് പീസസ്, അതൊക്കെയാണ് എന്നെ അതിൻ്റെ ഒരു ഫാൻ ആക്കിയത്. ആൻഡ് ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാൻ ഈ സിനിമയ്ക്കും പോയത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, എൻ്റെ എക്സ്പെക്റ്റേഷൻ താഴ്ന്നിട്ടില്ല. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫിലിം. ആക്ഷൻ സീക്വൻസ് എൻ്റെ പൊന്നോ, ഒരു ഫ്ലെയിം ത്രോവറിൻ്റെ സാധനം നിങ്ങൾ അത് ട്രെയിലറിൽ കണ്ടതാണ്. പക്ഷെ അതല്ലടേ, അതിലും മേളിലുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു ഗ്രനേഡിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടേ. അത് ഹൗ ദേ എക്സിക്യൂട്ടഡ് ദാറ്റ്. അങ്ങനെ എനിക്ക് സത്യം എനിക്കത് ഈ ഇംഗ്ലീഷ് സ്റ്റണ്ട് ഡയറക്ടേഴ്സിനോട് ചോദിക്കാനാണ് എങ്ങനെ അവരത് ചിന്തിച്ച് കൂട്ടുന്നതാണ്. ഈ മിഷൻ ഇമ്പോസിബിൾ ടൈപ്പ് ഒരു പരിപാടിയൊക്കെ എങ്ങനെ, ഈവൻ മിഷൻ ഇമ്പോസിബിൾ എനിക്ക് അത് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന്. മാൻ, കിട്ടില്ല. ആന ഡി അരമാസ് ആണ് സിനിമയിൽ ബാലറീനായിട്ട് വരുന്നത്. അയൻ മാക്ഷെയിൻ ഉണ്ട്, കുറേ പേരുണ്ട് സിനിമയ്ക്കകത്ത്. നമ്മുടെ കിയാനോ റീവ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത് ആസ് ജോൺ വിക്ക്, ബാബ യാഗ. പുള്ളി കുറച്ച് നേരത്തേക്കുള്ളൂ, പക്ഷെ ആ കുറച്ച് നേരം നമ്മളെന്താ പറയാ, ഇതൊരു സ്ഥിരം ക്യാമിയോ, വരും, വെടിവെക്കും, പോകും, അത്ര ശാന്തി സമാധാനം എന്നുള്ള രീതിയിലുള്ള നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമിയോ തന്നെയാണ്. നമ്മൾ അത്യാവശ്യം ഉള്ള കുറച്ച് നേരം ഹീൽ മേക്കേഴ്സ് ഹാപ്പി. അതാണ് ആ മേക്കേഴ്സിനെ സമ്മതിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതിനെ കൊണ്ടുവന്നതിന്, അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നതിന്. പിന്നെ കഥയൊക്കെ ഒരു നോർമൽ സംഭവം, ബേസിക് ജനറിക് കഥ. പക്ഷേ ആ ജനറിക് കഥേനെ നമ്മളെ എൻ്റർടൈൻ ചെയ്തിരുത്തുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതിൻ്റെ ആക്ഷൻ സീക്വൻസസ്, അതിൻ്റെ സ്ക്രീൻ പ്ലേ നല്ല എൻഗേജിങ് ആയിരിക്കണം. അതാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പോൾ കഥ താഴുവാണെങ്കിൽ ആ കഥയെ പിന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നത് ആ സ്ക്രീൻ പ്ലേ ആയിരിക്കും. അതാണ് ഈ സിനിമയ്ക്കകത്തെ ഏറ്റവും വലിയ സീൻ ഗ്രേസ് ആ സ്ക്രീൻ പ്ലേ ആണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ഹൈ ഒക്ടേൻ, നല്ല അഡ്രനാലിൻ റഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ, ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസി തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആൻഡ് നല്ല രസമായിട്ടുള്ള ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ ഈ സിനിമ. അനഡിയാരമാസ് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഡ്യൂപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വി ക്യാൻ ഐഡൻറ്റിഫൈ പുള്ളിക്കാരി എവിടെയാണ് ഒറിജിനലി ചെയ്തിട്ടുള്ളതെന്ന്. ആൻഡ് ചെയ്ത സ്റ്റണ്ട്സ് എല്ലാം കിഡിലുമായി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു സിനിമ. നല്ലൊരു എൻ്റർടൈനിങ് പടം തന്നെ, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് എനിക്ക് ബാലറീനയെ പറ്റി തോന്നിയത്. പിന്നെ ഇതൊരു സ്ട്രിക്ട്ലി അഡൾട്ട്സ് സിനിമയാണ്. ഇത് കൊച്ചു പിള്ളേരെ കാണിക്കുക, ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എ ബിറ്റ് വയലൻറ്റ് ആൻഡ് സ്റ്റഫ്. തെറി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ തെറിയല്ല, വയലൻസ് ആണ് സിനിമയ്ക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളത്. അതുകൊണ്ട് കൊച്ചു പിള്ളേരെ കാണിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതാണ് എനിക്ക് ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്കിനെ പറ്റി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഗൈസ്.